നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഗോപസ്ത്രീകളെ രസിപ്പിച്ചുകൊണ്ട് രാസലീല ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് ഒരു ദിവസമല്ല, അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അങ്ങനെ ശ്രീകൃഷ്ണനോടുകൂടി ആടിയും പാടിയും ഗോപസ്ത്രീകൾ രസിച്ച് ആനന്ദത്തിൽ അങ്ങോട്ട് മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീകൃഷ്ണനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അവർക്ക് പറയാനില്ല, കേൾക്കാനില്ല, വിചാരിക്കാനുമില്ല. ആ അവസ്ഥയിലേക്ക് അവരുയർന്നു. രാത്രി സമയത്ത് ഭഗവാനോടുകൂടി ആടി പാടി രസിക്കുക. പകൽ സമയത്തോ ശ്രീകൃഷ്ണൻ കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോവുക കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അവർ. പ്രത്യേകിച്ച് അവരെ എന്തെന്നില്ലാതെ കണ്ട് ലഹരി പിടിപ്പിച്ച ഒരു രംഗമുണ്ട്. അന്ന് ആ ഭാണ്ഡീരവൃക്ഷത്തിൻ്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഓടക്കുഴലൂതിയ ആ രംഗം, വൃന്ദാവനം മുഴുവനും കോരിത്തരിച്ചതായിരുന്നു ആ രംഗം. അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഇവർക്ക് മതിവരലില്ല. പകൽ സമയത്ത് ഭഗവാനെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുക, രാത്രി സമയത്ത് ഭഗവാനോടുകൂടി ആടിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂറും അവരുടെ ഹൃദയം നിറയെ വിളങ്ങിയിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. ഇവരാണ് ഭാവിയിൽ യോഗീശ്വരികളായി തീരാൻ പോകുന്നവർ. ഇങ്ങനെ ഇപ്പോൾ ഭഗവാന്റെ അവതാരം കഴിഞ്ഞിട്ട് കൊല്ലം 12ആയി. ഇവിടെ ഈ വൃന്ദാവനത്തിൽ മാത്രമാണ് കൃഷ്ണാവതാരം ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ പോരാ. നാരദ മഹർഷി ഒരു ദിവസം മഥുരാപുരിയിലേക്ക് ചെന്നു. കംസന്റെ ആസ്ഥാനത്തിൽ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് നല്ല ഒരു പീഠത്തിൽ അങ്ങോട്ട് ഇരുന്നു. വിശറിയെടുത്ത് അങ്ങോട്ട് വീശി തുടങ്ങി. നാരദ മഹർഷി ഇങ്ങനെ ആകെ വിശർത്ത് കംസൻ ചോദിച്ചു, അങ്ങ് വല്ലാണ്ട് ഇങ്ങനെ ഓടി വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ, ഇങ്ങനെ വല്ലാണ്ട് വിശർത്തിരിക്കണ്ടല്ലോ. നാരദൻ അപ്പം ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഓടാണ്ടിരിക്കുക? ഞാൻ എൻ്റെ ആവശ്യത്തിനല്ല ഓടിയത്, അങ്ങയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. 10-12 കൊല്ലം മുമ്പ് ആകാശത്തിൽ നിന്നുകൊണ്ടൊരു സ്ത്രീ അങ്ങോട്ട് പറഞ്ഞതല്ലേ അങ്ങയുടെ ശത്രു ഇവിടെ അടുത്ത് ഒരു ദിക്കിൽ ജനിച്ചിട്ടുണ്ടെന്ന്. അത് മനസ്സിലായ ദിവസം മുതലൊക്കെ ഞാൻ ഓടാൻ തുടങ്ങിയതാണ്. ഞാൻ സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലും ഓടി കുറേ കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. ആ കിട്ടിയ വിവരം അങ്ങേ ധരിപ്പിക്കണം എന്ന് വിചാരിച്ച് ഇപ്പം അങ്ങോട്ട് ഓടി വന്നതാണ്. എന്നാലേ അങ്ങയ്ക്ക് ഒരു ശത്രുവല്ല ഉള്ളൂ, 2 ശത്രുക്കളുണ്ട്. രാമൻ കൃഷ്ണൻ എന്നാണ് അവർക്ക് പേര്. അതിൽ ശരിക്ക് അങ്ങേ കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒന്നാമനായ ശത്രു കൃഷ്ണൻ തന്നെയാണ്. അവർ ദൂരെയൊന്നുമല്ല താമസിക്കുന്നത്, ഈ കാളിന്തിപ്പുഴയുടെ അക്കരെ വൃന്ദാവനത്തിലാണ് താമസിക്കുന്നത്. 2 പേരും വസുദേവൻ്റെ മക്കളാണ്. അതും ഞാൻ അങ്ങേ ധരിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇനി ഒന്നും കൂടി രഹസ്യം പറയട്ടെ. അങ്ങയുടെ ധാരണ എന്താ? ദേവകി 8ാമത് പ്രസവിച്ചപ്പോൾ പെൺകുട്ടി ഉണ്ടായി എന്നല്ലേ? അങ്ങനെയല്ല. ഈ കൃഷ്ണൻ ദേവകിയുടെയും വസുദേവൻ്റെയും 8ാമത്തെ മകനാണ്. വസുദേവനും നന്ദഗോപരും കൂടി ഗൂഢാലോചന നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയെ മാറ്റിക്കെടുത്ത ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ കേട്ടത്. ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല ആലോചിക്കണതേ. വസുദേവൻ അങ്ങയ്ക്ക് വാക്ക് തന്നതാണ്, ദേവകിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെയൊക്കെ തന്നേക്കാം എന്ന്. ഈ 8ാമത്തെ മകനായ കൃഷ്ണനെ അങ്ങയ്ക്ക് തരികയുണ്ടായോ? ഉണ്ടായില്ലല്ലോ. വാക്ക് പാലിക്കാത്ത ആളുകളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നോ? ഇത് കേൾക്കേണ്ട താമസം കംസൻ വാളും കൂടി വസുദേവ ജിഘാംസയ, ഇപ്പോൾ അങ്ങോട്ട് വെട്ടിക്കൊന്നേക്കാം എന്ന്. നാരദനപ്പം പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് കൊന്നാൽ മതിയോ വസുദേവനെ? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ രാമനെയും കൃഷ്ണനെയും അങ്ങ് ഇങ്ങോട്ട് വരുത്തുക. എന്നിട്ട് അച്ഛനും അമ്മയും കണ്ടോണ്ടിരിക്കെ അവരെ അങ്ങോട്ട് വെട്ടിക്കൊല്ലുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വസുദേവനെ കൊല്ലാണ്ടിരിക്കുകയൊക്കെ അങ്ങയുടെ യുക്തം പോലെ ചെയ്യുക. അങ്ങ് അസുരന്മാരെ എത്ര പേരെ ഇവിടുന്ന് പറഞ്ഞയച്ചു? പോയവരാരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നോ? ഇല്ലല്ലോ. നന്ദി, അവരാരും തിരിച്ചു വരില്ല. അതും അങ്ങ് മനസ്സിലാക്കണം. ആ രാമനും കൃഷ്ണനും കൂടി ആ അസുരന്മാരെ മുഴുവനും വധിച്ചു. വെറുതെ അസുരന്മാരെയൊന്നും പറഞ്ഞയച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് കിട്ടിയ വിവരം അങ്ങേ ധരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊക്കെ അങ്ങയുടെ യുക്തം പോലെ. ഇതും പറഞ്ഞു നാരദൻ അവിടുന്ന് സ്ഥലം വിട്ടു. കംസൻ തീർച്ചയായി ഇനിയിപ്പോൾ അസുരന്മാരെ പറഞ്ഞയച്ചത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വിഷ്ണുഭക്തി ഉള്ളവരാരെങ്കിലും ഉണ്ടോ എന്നാ ഈ അടുത്ത ആലോചന. അപ്പം ആരോ പറഞ്ഞു കേട്ടു അക്രൂരന് ഏകാദശി ഉപവാസമാണ്, പിന്നെ ആരും അറിയാതെ കണ്ട് ഒരു നാമം ജപിക്കലുണ്ട് എന്നൊക്കെ. സഹസ്രനാമം ജപിക്കുന്നത് കേട്ട ആളുകളൊക്കെ ഉണ്ട്. ആളെ പറഞ്ഞയച്ചു.
അക്രൂരൻ കംസന്റെ മുമ്പിൽ തൊഴുതു പിടിച്ചുകൊണ്ട് നിന്നു. കംസൻ ചോദിച്ചു, അങ്ങക്ക് വിഷ്ണുഭക്തി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു, ശരിയാണല്ലോ അല്ലേ? ഒന്നും മിണ്ടിയില്ല. ശരിയാണെന്ന് പറഞ്ഞാൽ എന്താ, കഴുത്ത് വെട്ടാനാണോ, എന്താ ഭാവം എന്ന് പറയില്ലല്ലോ. എനിക്കിപ്പോൾ ഒരു ഭക്തനെ ആവശ്യമുണ്ട്. എന്താ ഈ വന്ന കാലുമേങ്ങ നിൽക്കണേ, ഇരിക്കൂന്ന് സിംഹാസനത്തിൽ പിടിച്ച് അങ്ങോട്ട് ഇരുത്തി. അടുക്ക കംസനും അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 ശത്രുക്കളുണ്ട്, രാമൻ കൃഷ്ണൻ എന്നാണ് അവർക്ക് പേര്. അവർ ഈ കാളിന്തിപ്പുഴയുടെ അക്കരെ വൃന്ദാവനത്തിൽ താമസിക്കുന്നുണ്ട്. നന്ദഗോപരുടെ മക്കളാണെന്ന ഭാവത്തിലാണ് അത്രേ താമസിക്കുന്നത്. വസുദേവൻ്റെ മക്കളാണ് എന്നും കേട്ടു. ഒരു കാര്യം ചെയ്യണം, അങ്ങ് ആ രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഞാനിവിടെ ഈ മധുരാപുരിയിൽ ഒരു ധനുര്യാഗം എന്ന ഉത്സവം സംഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഉത്സവം കാണാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഗോപാലന്മാർ മുഴുവൻ വന്നോട്ടെ, ഉത്സവം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നും അവരോട് പ്രത്യേകം പറയണം. അപ്പോൾ ഉത്സവം എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ രാമനെയും കൃഷ്ണനെയും കൊല്ലിക്കുക എന്നുള്ളതാണ് ഈ ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഉത്സവകാലാവുമ്പോൾ പല പരിപാടികളുണ്ടാവുമല്ലോ. ആനോട്ടം, തേരോട്ടം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ആന ഓടുന്ന സമയത്ത് കൃഷ്ണൻ്റെ മേലിൽ ചെന്നങ്ങോട്ട് കയറി, അപ്പം കൃഷ്ണൻ്റെ കഥ കഴിഞ്ഞു. തേരോടുന്ന സമയത്ത് രാമൻ്റെ മേലും കയറി, രാമൻ്റെ കഥയും കഴിഞ്ഞു. ഇങ്ങനെയായി തീരണം കഴിഞ്ഞു വരുമ്പോൾ. അങ്ങനെ രാമനും കൃഷ്ണനും അങ്ങോട്ട് ചത്തുപോവുക കഴിഞ്ഞാൽ ഉത്സവം അവിടെ വെച്ച് നിർത്തും. 2 കുട്ടികൾ അത്യാഹിതത്തിൽ മരിച്ചുപോയാൽ പിന്നെ ഉത്സവം തുടരാൻ പാടുണ്ടോ? ഉത്സവം നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മധുരയിലുള്ള ആളുകൾ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേരുക. എല്ലാവർക്കും വേണ്ടി പരേതാത്മാക്കളുടെ ഗുണഗണങ്ങൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ അനുശോചന പ്രമേയം വായിക്കും. എല്ലാവരും കുറച്ച് നേരം മൗനം ആചരിച്ച് പരേതാത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും ഇവിടുന്ന് നിശബ്ദം അങ്ങോട്ട് പിരിഞ്ഞു പോവുക. എല്ലാവരും പോവുക കഴിഞ്ഞാൽ ഞങ്ങൾ അസുരന്മാരെല്ലാവരും കൂടി യോഗം ചേരും. എന്നിട്ട് അടുത്ത രാജാവ് ആരാവണം തിരഞ്ഞെടുക്കും. അങ്ങക്ക് സംശയമുണ്ടോ ആരെയാ തിരഞ്ഞെടുക്കാമെന്ന്? എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നെ തന്നെ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കും. അങ്ങനെ ഏറെ താമസിയാതെ കണ്ട് ഞാൻ ഈ ഭാരതഭൂമിയുടെ മുഴുവനും രാജാവായി തീരും. അതിന് അങ്ങിപ്പോൾ ചെറിയ ഒരു സഹായം എനിക്ക് ചെയ്യണം. രാമനെയും കൃഷ്ണനെയും കൂടി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനൊരു ഉപകാരം ഇപ്പോൾ അങ്ങോട്ട് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ചക്രവർത്തിയാവുക കഴിഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യും, സംശയിക്കേണ്ട. അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പരിഗണിക്കാം. അക്രൂരൻ പറഞ്ഞു, മനോരഥാൻ കരോത്യുച്ചൈഹി. ഓരോരുത്തർ ഇങ്ങനെ മനോരാജ്യം വിചാരിക്കാറുണ്ട്. മനോരാജ്യത്തിനനുസരിച്ചൊക്കെ പ്രയത്നിക്കേണ്ടതാണ്. പ്രയത്നിച്ചാൽ ചിലപ്പോൾ ഫലിച്ചു എന്ന് വരും, ചിലപ്പോൾ ഫലിച്ചില്ല എന്ന് വരും. ഏതായാലും അങ്ങയുടെ കാര്യമാണല്ലോ, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് തന്നെയാണ് വച്ചേക്കണത്. നാളെ വിളിച്ചായാൽ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയായി രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കംസന് തോന്നി അക്രൂരന് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവും തൻ്റെ നിറക്കുണ്ട് എന്ന് പ്രത്യേകം ഏൽപ്പിച്ചു. അങ്ങേ ഈ ശുദ്ധാത്മാവായതുകൊണ്ടേ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ രാമനെയും കൃഷ്ണനെയും കൊല്ലിക്കാനുള്ള ഏർപ്പാടാണെന്നുള്ള കാര്യം അവിടെ ചെന്ന് അങ്ങ് പറഞ്ഞേക്കരുത്. ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞു. അന്ന് അക്രൂരനാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ശക്തി കൊണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കം തന്നെ വന്നില്ല. എത്ര നാളായി രാമനെ കാണാൻ വൈകി, കൃഷ്ണനെ കാണാൻ വൈകി എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിങ്ങനെ ആലോചിച്ച് അദ്ദേഹം കിടന്നു. കഷ്ടിച്ച് വെളുപ്പങ്കലായപ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റു. സ്നാനമൊക്കെ കഴിഞ്ഞു, ജപമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ അങ്ങോട്ട് ഉദിച്ചുയർന്നു. കംസൻ അപ്പോഴേക്കും തേര് ഒരുക്കി നിർത്തി. അക്രൂരൻ തേരിൽ കയറി വൃന്ദാവനത്തിലേക്ക് യാത്രയാവുന്നു. മധുരാപുരിയിൽ നിന്ന് പുറപ്പെട്ട വൃന്ദാവനത്തിൽ എത്താൻ തേരിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറുണ്ടായ ധാരാളമായി. അതിനു പകരം കാലത്ത് പുറപ്പെട്ട അക്രൂരൻ നേരം സന്ധ്യയായപ്പോഴാണ് വൃന്ദാവനത്തിലെത്തിയത്. അപ്പോൾ അദ്ദേഹം എന്താ ഈ തേര് ചെയ്തേർന്നേ? അദ്ദേഹം ഒന്നും ചെയ്തേർന്നില്ല. തേരിലിരുന്ന് മനോരാജ്യം തന്നെയാണ്. തേര് തെളിക്കുകയുണ്ടായില്ല. കുതിരയുടെ ഇഷ്ടം പോലെ തേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളച്ചും തിരിച്ചുമൊക്കെ കൊണ്ടുപോയി അവസാനം വൃന്ദാവനത്തിൽ എത്തിച്ചു എന്ന് വെച്ചാൽ മതി. എന്തായിരുന്നു അക്രൂരൻ്റെ ഇത്രയും വലിയ മനോരാജ്യം? ഹാവു, എൻ്റെ ജീവിതത്തിൽ വല്ല അശുഭങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതോടുകൂടി നീങ്ങി. ഇന്ന് ഞാൻ കൃഷ്ണനെ കാണും. മമൈത ദുർലഭം മന്യേ ഉത്തമശ്ലോക ദർശനം. കൃഷ്ണനെ കാണാൻ സാധിക്കുന്ന ദിവസമാണ് ഇത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുദിനം. കംസൻ ഒരു കണക്കിന് എന്നെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അനവധി നാളായി രാമനെയും കൃഷ്ണനെയും കാണാൻ വൈകി എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ആരാ കൃഷ്ണൻ? സാക്ഷാൽ ഈശ്വരനാണ്. ആ ഭഗവാന്റെ പാദാരവിന്ദം ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ബ്രഹ്മാവിനെ പോലുള്ള ദേവദേവന്മാർ പോലും തപസ് ചെയ്യണു. ആ ഭഗവാന്റെ പാദം ഇപ്പം എവിടെയാ? ഗോചാരണായ പശുക്കളുടെ പിന്നാലെ കാട്ടിലാ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത്.
ആ ഭഗവാൻ അവതരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ദുഷ്ടസംഹാരത്തിനു വേണ്ടിയും സാധുജന സംരക്ഷണത്തിനു വേണ്ടിയും. ഇന്ന് ആ ഭഗവാനെ കാണാൻ എനിക്ക് യോഗം വന്നു. കൃഷ്ണനെ കണ്ട ഞാൻ അപ്പം നമസ്കരിക്കും. കൃഷ്ണനെ മാത്രം നമസ്കരിച്ചാൽ മതിയോ? രാമനെ നമസ്കരിക്കണ്ടേ? എന്താ സംശയം? രാമനെയും കൃഷ്ണനെയും നമസ്കരിക്കണം. അവരെ മാത്രം നമസ്കരിച്ചാൽ മതിയോ? അവരോടൊപ്പം കളിക്കാൻ പോകുന്ന ആ കളിക്കൂട്ടുകാരെ കണ്ടാൽ നമസ്കരിക്കണ്ടേ? കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ അവർക്കല്ലേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അവരെ കണ്ടാലും നമസ്കരിക്കണം. കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു പീലി സമർപ്പിക്കാൻ വൃന്ദാവനത്തിലെ മയിലുകൾക്കേ സാധിച്ചിട്ടുള്ളൂ. ആ മയിലുകളെ കണ്ടാൽ നമസ്കരിക്കണ്ടേ? വേണം. കൃഷ്ണൻ വാടിത്തളർന്നിങ്ങനെ വരുമ്പോൾ ഒരു പഴം ഇട്ട് കൊടുക്കാൻ വൃന്ദാവനത്തിലെ മരങ്ങളൊക്കെ സാധിച്ചിട്ടുള്ളൂ. കൃഷ്ണൻ വെയിൽ കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് തണൽ വിരിച്ചു കൊടുക്കാൻ വൃന്ദാവനത്തിലെ മരത്തിനൊക്കെ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ മരങ്ങളെ കണ്ടാൽ നമസ്കരിക്കണ്ടേ? വേണം. വൃന്ദാവനത്തിൽ ഏതിനെയാ നമസ്കരിക്കേണ്ടാത്തത്? നമസ്യ ആഭ്യാം ച സഖീൻ വനവോകസ. വൃന്ദാവനത്തിൽ ഏതിനെ കണ്ടാലും നമസ്കരിക്കണം. ഓരോ മണൽത്തരിയെയും നമസ്കരിക്കണം. ഇന്ന് ഏതായാലും കൃഷ്ണൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എൻ്റെ ജീവിതം സഫലമായി ഇതോടുകൂടിയിട്ട്. ആവോ ഞാൻ ഈ വിചാരിക്കണ പോലെയൊക്കെ തന്നെയാണോ? കംസൻ്റെ ദൂതന്മാർ എത്ര പേര് കൃഷ്ണൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവരോട് പെരുമാറിയ പോലെ തന്നെ ആവോ എന്നോടും പെരുമാറുക? ആവോ ഒന്നും അറിഞ്ഞുകൂടാ. കംസൻ്റെ ദൂതനാണെന്ന് വെച്ചാലും എൻ്റെ മനസ്സ് കൃഷ്ണൻ അറിയാണ്ടിരിക്കുമോ? ഇങ്ങനെ മാറി 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 ഇങ്ങനെ മനോരാജ്യം വിചാരിച്ചാണ് അക്രൂരൻ്റെ യാത്ര. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനോരാജ്യത്തിനോട് ഉണർന്നു. കാരണം വൃന്ദാവനത്തിലെത്തി. സന്ധ്യ സമയത്ത് വൃന്ദാവനത്തിലെ എല്ലാ വീടുകളിൽ നിന്നും ശ്രീകൃഷ്ണ കഥാഗാനത്തിൻ്റെ ശബ്ദം എന്നെ കേൾക്കാം. അന്ന് മാത്രമല്ല ഇന്നും ഈ പറഞ്ഞത് ശരിയാണ്. നോക്കിയപ്പോൾ അദ്ദേഹം കാണുകയും ചെയ്തു. കൃഷ്ണൻ്റെ ആ കാലടിപ്പാടൊക്കെ ഇങ്ങനെ കാണാം. അദ്ദേഹം തേരിൽ നിന്നങ്ങോട്ട് ഇറങ്ങി. ഭഗവാന്റെ പാദസ്പർശം ഏറ്റ ആ മന്ദരികളിൽ കിടന്നങ്ങോട്ട് ഉരുണ്ടു. ഒരു ഭക്തിയാവേശം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാതെ കണ്ടായി. അതിനിടയ്ക്ക് ചില കുട്ടികളെ കണ്ടു. അവരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളറിയോ കൃഷ്ണനെ? അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ കൃഷ്ണൻ്റെ കൂടെ കാട്ടിലേക്ക് കളിക്കാൻ പോകാറുള്ളതാ. എന്നാൽ നിങ്ങളും ഈ തേരിൽ കയറിക്കോളി. അവരോടും വലിയ വാത്സല്യമായി. അവരും തേരിൽ കയറ്റി ആ നന്ദഗൃഹത്തിൻ്റെ പടിവാതിൽക്കൽ അങ്ങോട്ട് എത്തി. തേര വഴി അങ്ങ് നിർത്തി അക്രൂരൻ. ഈ കുട്ടികളെല്ലാവരും കൂടി തേരിൽ നിന്നൊരൊറ്റ ചാട്ടം, എന്നിട്ടൊരൊറ്റ ഓട്ടം അകത്തേക്ക്. എന്തിനാന്നോ? ദേ കൃഷ്ണനെ കാണാൻ ഒരാൾ തേരിൽ കയറി വന്നേക്കണു. അവർക്ക് വലിയ അത്ഭുതം. ഈ തേരും മുറ്റത്തൊക്കെ ഈ നാട്ടുമ്പുറത്തേക്ക് വരാറേ ഇല്ല. അന്ന് യശോദയാണെങ്കിൽ രാമനെയും കൃഷ്ണനെയും നേരത്തെ തന്നെ ഭംഗിയായിട്ട് കുളിപ്പിച്ച് കുറിയിടിച്ച് പശുവിനെ കറക്കാനുള്ള പരിപാടിയാണ്. രണ്ടുപേരുടെ കയ്യിലുണ്ട് ഓരോ പാൽപാത്രം. ആ കറന്നതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് പാല് മേടിച്ച് കുടിക്കണം. അതിനു വേണ്ടി ഇതിനിടയ്ക്ക് നന്ദഗോപർ ചൂണ്ടിക്കാണിച്ചു, ദേ പടിക്കലേക്ക് നോക്കൂ, ആരാ വരണേ? രാമൻ്റെ ചെറിയച്ഛൻ. ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം. രണ്ടുപേരും പാൽപാത്രം വലിച്ചൊരേറങ്ങോട്ട് എറിഞ്ഞു. ഒരൊറ്റ ഓട്ടം പടിക്കലേക്ക്. അക്രൂരൻ നോക്കി നിന്നിങ്ങനെ കണ്ടു. ആരാ ഈ വരണത്? തൻ്റെ സഹോദരൻ്റെ പുത്രനോ അതോ സാക്ഷാൽ ഈശ്വരനോ? ആലോചിച്ച് നിൽക്കാനിടയില്ല. ഭഗവാൻ അടുത്തെത്തിയപ്പോൾ പപാദചരണോ പന്തേ സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിച്ചു. രാമനും കൃഷ്ണനും കൂടി അദ്ദേഹത്തിനെ പിടിച്ച് എണീപ്പിച്ചു. രണ്ടാളും രണ്ട് കൈയും കോർത്തു പിടിച്ചു അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പീഠത്തിലിരുത്തി. ഒരാൾ കാല് തലോടി കൊടുത്തു, മറ്റാൾ വിശറിയെടുത്ത് വീശിക്കൊടുത്തു. എന്തൊക്കെയാണ് മധുരാപുരിയിലെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ഇവിടെ വന്നാൽ പറയരുത് നേൽപ്പിച്ചിട്ടുണ്ട് കംസൻ്റെ ഒരു കാര്യം. അതാദ്യം തന്നെ തുറന്നു പറഞ്ഞു. നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഇതൊന്നും ഇവിടെ വെച്ച് ആരോടും പറയാൻ പാടില്ല എന്ന്. നന്ദഗോപുരം അക്രൂരനെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. ആഹാരമൊക്കെ കഴിപ്പിച്ചു ഭംഗിയായിട്ട്. അപ്പോഴേക്കും കുറേ ഗോപാലന്മാർ അവിടെ വന്നു. ആരോ ഒരാൾ തേരിൽ കയറി വന്നിട്ടുണ്ടല്ലോ പട്ടണത്തിൽ നിന്ന്. എന്തിനാണ്? ഇതൊക്കെ അറിയണം എന്ന് വിചാരിച്ച് എല്ലാവരോടുമായിട്ട് അക്രൂരൻ പറഞ്ഞു, നാളെ വിളിച്ചായാൽ എല്ലാവരും ഇവിടുന്ന് പുറപ്പെടണം. മധുരാപുരിയിൽ കംസമഹാരാജാവ് അതിഗംഭീരമായിട്ട് ധനുര്യാഗം എന്ന ഉത്സവം സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഗോപാലന്മാരെ മുഴുവനും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ പറഞ്ഞയച്ചത്. ഉത്സവത്തിന് പോയാൽ പിന്നെ ഉത്സവം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാവൂ എന്നും പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഗോപാലന്മാർക്ക് ബഹുരസായി. ഇതെന്ത് കഥ? ഈ നാട്ടിൻപുറത്ത് പാലും മോരും വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ, ഇവരെ രാജാവ് ക്ഷണിച്ചിരിക്കുന്നു പട്ടണത്തിലേക്ക്, അതും ഒരാളെ പറഞ്ഞയച്ച്. ഇനി ഇതിനേക്കാൾ വലിയൊരു ബഹുമതി ഈ ജന്മത്തിൽ കിട്ടാനില്ല. പിറ്റേ ദിവസം യാത്ര പുറപ്പെടാനുള്ള തിരക്കിലാണ് ഓരോരുത്തരും. അവർ ശേഖരിച്ചു വെച്ചതിൽ വെച്ച് ഏറ്റവും നല്ല
പട്ടുവസ്ത്രങ്ങളൊക്കെ എടുക്കുക, എന്നിട്ട് ഓരോരുത്തർ ബാഗിൻ്റെ ഉള്ളിലേക്ക് കുത്തി തിരുകി തുടങ്ങി. ചിലത് അങ്ങോട്ട് കുത്തി തിരുകി, അപ്പോഴേക്കും വേറെ ചിലതെടുത്ത് പുറത്തേക്ക് ഇട്ടു. അതിന് പിന്നെ വീണ്ടും ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തിരുകി. ഇങ്ങനെ ആ യാത്രയാവണതിൻ്റെ ഒരു തിരക്ക്. ആർക്കും അന്ന് ഉറക്കമുണ്ടായില്ല രാത്രി. യശോദയ്ക്കാണെങ്കിലോ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരണില്ല. ഉണ്ണികൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വേറെ ദിക്കിലേക്ക് പോണത്. പേടിക്കാനൊന്നും ഇല്ലായിരിക്കാം, നന്ദഗോപുരൊപ്പം പോണുണ്ട്. എന്നാലും പട്ടണത്തിലേക്കല്ലേ കൊണ്ടുപോണേ. ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് ഒരു ഉത്കണ്ഠ. മറുവശത്ത് ഗോപസ്ത്രീകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കൃഷ്ണനെ. രാത്രി 8 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, കാണാനില്ല. അവർ പ്രശ്നം വയ്ക്കാൻ തുടങ്ങി, എവിടെ എവിടെ എന്ന്. ഇതിനിടയ്ക്ക് ഒരു ഗോപി അവിടെ ചെന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ, നേരം വിളിച്ചാൽ രാമനെയും കൃഷ്ണനെയും ഇവിടുന്ന് ഒരാൾ കൊണ്ടുപോകും. പട്ടണത്തിൽ നിന്ന് ആരോ ഒരാൾ വന്നിട്ടുണ്ട് തേരുമായിട്ട്. എന്താ അയാൾക്ക് അക്രൂരെന്നോ അങ്ങനെ എന്തോ ആണ് പേര് പറയണ കേട്ടത്. ഇത് കേട്ടപടി എല്ലാവരും അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി. അഹോ വിധാത. ചിലർ ബ്രഹ്മാവിനെ വിളിച്ച് കരഞ്ഞു. തലയിൽ ഇങ്ങനെ എഴുതിയില്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവിനെ വിളിച്ച് കരഞ്ഞത്. അങ്ങനെ ചിലരിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ വേറെ ചിലർ ചോദിച്ചു, നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നേരം വിളിച്ചായാൽ കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോവാണ്ടിരിക്കാൻ വല്ല വഴിയുണ്ടോ, അത് ആലോചിക്കുക. അപ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി കൃഷ്ണൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയാം, പോവരുത് എന്ന്. നിവാരയാമ സമുപേത്യമാധവം. നമ്മളെ വിട്ട് കൃഷ്ണൻ അങ്ങോട്ട് പോവുമോ? പോവുകയുണ്ടാവില്ല. ഇനി അല്ല അവൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചാലോ, തേരിൽ കയറ്റിട്ടല്ലേ കൊണ്ടുപോകണേ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വഴിയിൽ മലന്നങ്ങോട്ട് കിടക്കാം. നമ്മുടെ മാറത്തുകൂടി തേരൊടിച്ച് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. നോക്കണേ, ഈ പിക്കറ്റിങ് എന്ന ആശയം ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ ഗോപസ്ത്രീകളായിരുന്നു. പക്ഷേ അവരെ നടപ്പാക്കിയില്ല എന്ന് മാത്രം. അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. കഷ്ടിച്ച് നേരം ഇങ്ങനെ പ്രഭാതമായി വരണു. അക്രൂരൻ കുതിരകളൊക്കെ തേരിൽ പൂട്ടി, സാധനങ്ങളൊക്കെ തേരിൽ കയറ്റി വെച്ചു. രാമകൃഷ്ണന്മാരെയും തേരിൽ കയറ്റി അദ്ദേഹവും തേരിൽ കയറിയിരുന്നു. യശോദ ഒരു തവണയും കൂടി തേരിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അക്രൂരനോട് പ്രത്യേകം പറഞ്ഞു, ഈ ഉണ്ണികൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് മറ്റൊരു ദിക്കിലേക്ക് പോണത്. ഇപ്പോൾ കൊണ്ടുപോണത് പട്ടണത്തിലേക്കാണല്ലോ അല്ലേ, അവിടെ ഉത്സവകാലമാണ് എന്നും അങ്ങ് പറയുണ്ടായി. ഉണ്ണികൾക്ക് കേടൊന്നും കൂടാതെ കണ്ട് ഇവിടെ തിരിച്ചെത്തിക്കണേ. എല്ലാ ചുമതലയും ഞാൻ അങ്ങേ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരക്ഷരം അക്രൂരൻ മിണ്ടിയില്ല. അദ്ദേഹത്തിന് ഉള്ളു കിടന്ന് പിടച്ചു. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകണത് എന്തിനു വേണ്ടിയാ? കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതുണ്ടോ ഈ അമ്മ മനസ്സിലാക്കിയിരിക്കണു? താൻ ചെയ്യണത് കുറച്ച് കടുപ്പാണ് എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിത്തുടങ്ങി. അപ്പോഴേക്കും അദ്ദേഹം കണ്ടു, പശുക്കളും പശുക്കുട്ടികളും ഓടി ഇങ്ങനെ വരണു. കൃഷ്ണൻ്റെ അടുക്ക ഇങ്ങനെ വന്നിട്ട് മൂക്കിങ്ങനെ വിടർത്തി ആ സുഗന്ധം ഇങ്ങനെ ആസ്വദിക്കണു. അദ്ദേഹത്തിന് തോന്നി, കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോയാൽ ഈ പശുക്കളൊക്കെ കരയും എന്ന്. അപ്പോഴേക്കും പക്ഷികളിങ്ങനെ കരയണ ശബ്ദം അദ്ദേഹം കേട്ടു. എന്താ ഈ പക്ഷികൾ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയണേ? കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് പറയുകയാണോ? ഒരു കാറ്റ് വീശിയപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ ഇലകളിങ്ങനെ വീഴണത് അദ്ദേഹം കണ്ടു. മരങ്ങളുടെ കണ്ണുനീരാണോ ഈ വീഴണത്? കൃഷ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ മനുഷ്യർ, ഇവിടുത്തെ മൃഗങ്ങൾ, ഇവിടുത്തെ പക്ഷികൾ, ഇവിടുത്തെ മരങ്ങൾ, വള്ളികൾ ഒക്കെ കരയും. ഇത്രയും ജീവജാലങ്ങളെ താൻ കരയിച്ച സ്ഥിതിക്ക് എന്നെങ്കിലും പാപത്തിൽ നിന്ന് കര കയറുമോ? ഇതിങ്ങനെ ആലോചിച്ച് അക്രൂരൻ അനങ്ങാതെ കണ്ട് പാവ പോലെ അങ്ങോട്ട് ഇരുന്നു പോയി. മറുവശത്തോ ഗോപസ്ത്രീകൾ തടുത്തു നിർത്താനുള്ള പരിപാടിയിലാണ്. തൽസമയം വന്നപ്പോൾ അവർക്കൊരു പുനരാലോചന. കൃഷ്ണൻ ഉത്സവം കാണാൻ പോകുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്താമോ? അങ്ങോട്ട് പോകുമ്പോൾ ഒരു യാത്രയയപ്പ് കൊടുക്കുക, ഉത്സവം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഭംഗിയായിട്ട് എതിരേൽക്കുക, അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത് എല്ലാവർക്കും തോന്നി. എല്ലാവരും ആ വഴിയുടെ 2 ഭാഗത്ത് താരവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഇതിലേ വരും എന്ന് വിചാരിച്ച്. അക്രൂരൻ ഇങ്ങനെ പാവ പോലെ ഇരിക്കുക. ഭഗവാൻ പതുക്കെ ഒന്നിങ്ങനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ആ വഴി കൂടെ പോകണ്ട, അവിടെ അനവധി ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം എന്ന് വെച്ചാൽ ഇന്ന് പോവാൻ പോലും പറ്റില്ല. അതുകൊണ്ട് സൂത്രത്തിൽ ഈ ചെറിയ വഴിയിൽ കൂടി അങ്ങോട്ട് വിട്ടാൽ മതി തേര്. അക്രൂരൻ മനോരാജ്യത്തിൽ നിന്ന് അങ്ങോട്ട് ഉണർന്നു. എന്നിട്ടോ രഥേന വായുവേഗേന കാളിന്തിയും അഘനാശിനിയും തേര് ഒരൊറ്റ പറപ്പിക്കലങ്ങോട്ട് പറപ്പിച്ചു. ഗോപസ്ത്രീകൾ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നു, ഇതിലേ വരും എന്ന് വിചാരിച്ച്.
കുറച്ച് കഴിഞ്ഞപ്പോൾ തേരുരുളുടെ ശബ്ദം അവർ കേട്ടു. അങ്ങേ ഭാഗത്ത് തേർ കൊടിമരം കാണുകയും ചെയ്തു. ഓരോരുത്തർക്കും എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇതിലെ ഇങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ തന്നോട് യാത്ര പറയും. തേരിങ്ങനെ അകന്നകന്നിങ്ങനെ പോകുമ്പോൾ തൻ്റെ മുഖത്ത് നോക്കി കൃഷ്ണൻ കയ്യൊന്നിങ്ങനെ വീശും. ഇങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. യാത്ര പറയാൻ കൃഷ്ണൻ വന്നില്ല എന്നോർത്തപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖം തോന്നി. എന്നാലെന്താ, ദുഃഖമെന്ന് അവർ കരയുമ്പോഴും വെറുതെ അതും ഇതും പറഞ്ഞല്ല കരയുക. അവരുടെ കരച്ചിലെങ്ങനെയായിരുന്നോ, ഗോവിന്ദ ദാമോദര മാധവേദി, അതും നാമസങ്കീർത്തനം. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒരു ദൂതൻ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ തിരിച്ചു വരും, ഉറപ്പ് കൊടുത്തു. അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചു. അക്രൂരൻ തേരോടിച്ച് കാളിന്തിപ്പുഴയുടെ തീരത്തെത്തി. തേരവിടെ അങ്ങോട്ട് നിർത്തി. അദ്ദേഹം പുഴയിലങ്ങോട്ട് ഇറങ്ങി. മുങ്ങിയപ്പോൾ രാമനും കൃഷ്ണനും വെള്ളത്തിൽ. അദ്ദേഹം പൊങ്ങി നോക്കി. അപ്പോൾ അവരുണ്ട് തേരിലിരിക്കണു. അദ്ദേഹം ഒന്നും കൂടി മുങ്ങി. ഇപ്പം രാമനും കൃഷ്ണനും അല്ല, സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശ്വേതൈ ശൃംഗമിവ സ്ഥിതം. 1000 ഫണങ്ങളുള്ള അനന്തൻ, ആ അനന്തൻ്റെ മേൽ എഴുന്നേറ്റിരിക്കുന്ന മഹാവിഷ്ണു 2 പേര് അക്രൂരനും കണ്ടു. എന്നിട്ട് അക്രൂരൻ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ അവതാരങ്ങളെയും സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്തുതിച്ചത്. അവസാനം അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മായയിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതാ സർവാത്മന അവിടുത്തെ ശരണം പ്രാപിക്കണു. മായയിൽ കറങ്ങാൻ ഇടവരുത്തരുതേ, പ്രപന്നം പാഹി മാം പ്രഭോ. ഇതും പറഞ്ഞ സ്തുതി അവസാനിപ്പിച്ച് അക്രൂരൻ തിരിച്ചു വന്നു. തേരിൽ കയറി തേരോടിച്ചു. ഇതാ മധുരാപുരിയിൽ എത്തിച്ചേരുന്നു. നാരായണ 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 നാരായണ, സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.